നമസ്കാരം സുഹൃത്തുക്കളെ, എന്താ സുഖല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരേക്കാ. സ്കോട്ട്ലാൻഡിലെ ഫാൾക്രിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും സംഗതി അത്ര പന്തിയല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ UFO അഥവാ പറക്കും തലയിൽ കാണപ്പെടുന്ന മെയിൻ ഏരിയ ഇവിടെയാ. ഒരു കൊല്ലം ഏതാണ്ട് 300-ലധികം പറക്കും തളികളാ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നാട്ടുകാർ ഇതിന് വിളിക്കുന്നത് തന്നെ റോസ്വെൽ ഓഫ് സ്കോട്ട്ലാൻഡ് എന്നാ. ഇവിടുത്തെ സീൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 1990-കളിലാ. ബോണി ബ്രിഡ്ജ് എന്ന ചെറിയ ഗ്രാമം. അവിടുത്തെ കൗൺസിലർ ബില്ലി ബുക്കനാർ വരെ പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒച്ചയിട്ട് ചോദിച്ചതാ, എന്താപ്പാ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വെളിച്ചം കാണിക്കുന്നത് എന്ന്. ഒരിക്കൽ ഫയർഫോഴ്സുകാര് ഒരു തീ അണയ്ക്കാൻ പോയപ്പോ കണ്ടത് ആകാശത്ത് ഒരു ചുവന്ന വെളിച്ചം വട്ടം കറങ്ങുന്നതാ. തീ അണച്ചോണ്ടിരുന്ന വണ്ടിയുടെ തൊട്ടടുത്തുകൂടി ആ ചുവന്ന സാധനം അങ്ങ് പാഞ്ഞുപോയി. അത് കഴിഞ്ഞ് വേറൊരു വെള്ള വെളിച്ചം വന്ന് ഒരു തടാകത്തിന്റെ മുകളിൽ അങ്ങ് ഹാങ്ങായി നിൽക്കുന്നു. ഇതൊക്കെ വെറും തള്ളാണെന്ന് പറയല്ലേ, കണ്ടവർക്ക് ഇപ്പോഴും അതിന്റെ വിറയൽ അങ്ങ് മാറിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം പറയാൻ മറന്നു കേട്ടോ. 1979-ല് റോബർട്ട് ടൈലർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കക്ഷി ഫോറസ്റ്റ് ഓഫീസറാ. പുള്ളി വനത്തിൽ നടക്കുമ്പോൾ കണ്ടത് ഏതാണ്ട് 20 അടി രീതിയിലുള്ള ഒരു വലിയ വെള്ളി നിറത്തിലുള്ള പേടകമാണ്. അതിൽ നിന്ന് ഉരുളുന്ന 2 സാധനങ്ങൾ വന്ന് പുള്ളിയെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ബോധം തിരിച്ചു കിട്ടിയപ്പോ പുള്ളിയുടെ പാൻസ് ഒക്കെ കീറി പറഞ്ഞിരിക്കുക. പുള്ളി നടന്ന അടയാളങ്ങൾ അവിടുത്തെ മണ്ണിൽ പോലും പതിഞ്ഞിട്ടില്ല. പോലീസ് കേസൊക്കെ ആയി വലിയ ചർച്ചയായ സംഭവമായത്. ബ്രിട്ടനിൽ ഇന്ന് വരെ ഒരു ഏലിയൻ കേസിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടന്ന ഒരേ ഒരു കേസ് ഇതാ. ഈ ഫാൾക്രിക് ട്രയാങ്കിള് വെറും ഒരു മിത്തല്ല. ആയിരക്കണക്കിന് ആളുകളാ ഒരേ കാര്യങ്ങളിൽ പല സമയത്തായി പറയുന്നത്. ചിലർ പറയുന്നത് ഇതൊരു മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള വാതിലാണെന്നാണ്. വേറെ ചിലർ പറയുന്നു നമ്മുടെ അന്യഗ്രഹ സുഹൃത്തുക്കളുടെ സ്ഥിരം ടീ ഷോപ്പ് ഇതാണെന്ന്. ഗവൺമെന്റ് അന്ന് ഇതൊന്നും വലിയ കാര്യമാക്കിയില്ലെങ്കിലും ഫാൾക്രിക്കുകാർ ഇപ്പോഴും രാത്രി ആകാശത്തേക്ക് നോക്കിയേ ഇരിക്കാറുള്ളൂ. ഏത് നേരത്താ അവന്മാര് അടുത്ത കറക്കത്തിന് വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പോ സുഹൃത്തുക്കളെ, സ്കോട്ട്ലാൻഡിൽ പോയി ഒരു വെട്ടം കണ്ടാലുണ്ടല്ലോ, അത് നമ്മുടെ പള്ളിപ്പെരുന്നാളിന്റെ അമിട്ടാണെന്ന് കരുതി നിൽക്കല്ലേട്ടോ. ചിലപ്പോ അപ്പുറത്തെ ഗ്രഹത്തിലെ അച്ചായിമാരായിരിക്കും അത്. സംഗതി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പൊ ശരി എന്നാ.